രാജ്യാന്തര നിയമങ്ങളും തെറ്റിച്ച് ആണവായുധമുണ്ടാക്കി ജൂതനെ അങ്ങ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇയാൾ ഏറ്റെടുത്തത്. പക്ഷേ അവിടെയും തോറ്റുപോയി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊറ്റ ഒരു കാര്യമേ നോക്കാനുള്ളൂ, അവരുടെ രാഷ്ട്രം. ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് കോട്ടം വരുന്ന ഒരു കാര്യവും ഒരു കാരണവശാലും നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. നെതന്യാഹു അത് ചെയ്യില്ല. അവർക്ക് രാഷ്ട്രമാണ് പ്രധാനം. അവരുടെ രാഷ്ട്രത്തെ ആരെങ്കിലും ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവനെ തീർക്കുക എന്നതല്ലാതെ രണ്ടാമതൊരു ഓപ്ഷൻ ജൂതപ്പടയ്ക്ക് ഉണ്ടായിട്ടില്ല ഇക്കാലമത്രയും. ഹമാസ് എന്താ ചെയ്തത്? ഒരു കാര്യവുമില്ലാതെ പോയി ചൊറിഞ്ഞു. ഒരു 1.5 മണിക്കൂർ മാത്രം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നു ഇസ്രായേലില്. നുഴഞ്ഞു കയറുന്നു. മ്യൂസിക് ശൈത്താനല്ലേ ഈ ചെയ്യുന്നത്, നമ്മുടെ പടച്ചോൻ കോപിക്കില്ലേ, നമുക്കത് വേണ്ട, ശരിയെന്ന് 1400 പേരെ കൊന്നു. 257 പേരെ പിടിച്ചുകൊണ്ട് പോയി ബന്ദികളാക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിന്നീട് 17 മാസം ഇവര് സമാധാനത്തോടുകൂടി ഉറങ്ങിയിട്ടില്ല. ഇവരുടെ വീടുകളിൽ ഉറങ്ങാൻ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. പള്ളികളിലും സ്കൂളുകളിലും കോളേജുകളിലും നഴ്സറികളിലും ആശുപത്രികളിലും ഒക്കെ പോയി ഇരുന്ന് നോക്കി ഇസ്രായേൽ തൊടത്തില്ലെന്ന് വിചാരിച്ചിട്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപരാധിയാണ് ലക്ഷ്യം. അപരാധിയെ ലക്ഷ്യം വെക്കുന്നതിനിടയിൽ വരുന്ന നിരപരാധിയും അതിനകത്ത് പെട്ടുപോകും. ആ അപരാധി രക്ഷപ്പെട്ടാൽ ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവൻ അവരെടുക്കും. അതുകൊണ്ട് അവരെ തന്നെയാണ് ലക്ഷ്യം വെച്ചത്. ഹൂതിയെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും. എന്താ നെതന്യാഹു പറഞ്ഞത്? ഒരുമിച്ച് വായോ, ഞങ്ങൾക്ക് ജോലി എളുപ്പമാകട്ടെ. ഇന്ത്യയെ വിളിച്ചില്ല കൂട്ടിന്. മറ്റ് അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞില്ല. ട്രംപിനോട് കൂടെ നിൽക്കാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഞങ്ങളെ പിന്തുണയ്ക്കാം, വിമർശിക്കാം, രണ്ടും നിങ്ങളുടെ റൈറ്റ്സ് ആണ്. പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ വരുന്ന ഏതക്രമങ്ങളെയും പ്രതിരോധിക്കാനുള്ള റൈറ്റ്സ് ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ട്. അതാരാലും നിഷേധിക്കപ്പെടുത്താൻ പറ്റില്ല. UN ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ ഇതെന്റെ രാജ്യമാണ്. എന്റെ രാജ്യത്തെ ഒരുത്തൻ വന്ന് ആക്രമിച്ച് 1400 പേരുടെ ജീവനും എടുത്ത് 257 പേരെ പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുപോയാൽ ഞങ്ങൾ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇനിയും ഇതുപോലൊരു ഓപ്പറേഷൻ അവർ ചെയ്യാത്ത വിധത്തിൽ അവർക്കൊരു പണി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് തെളിയിച്ചു കൊടുത്തു. എല്ലാത്തിനെയും ചൂണ്ടുവിരലിൽ നിർത്തി തകർത്തടിച്ചു കളഞ്ഞു. കടുപ്പിക്കുന്നത് മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കാതെ നെതന്യാഹു ഗാസ മുന്നിലുണ്ട്. അവിടെ തുടങ്ങിയ സംഹാരം നെതന്യാഹു അവസാനിപ്പിച്ചിട്ടില്ല. അതിനൊപ്പമാണ് ഇറാനിലും ആക്രമണം നെതന്യാഹു കടുപ്പിക്കുന്നത്. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കാതെ നെതന്യാഹു പടനീക്കം തുടരുകയാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി ഈ 3 ഭീകര സംഘടനകൾ നട്ടുവളർത്തി കഴിഞ്ഞ 49ഓളം വർഷങ്ങളായി മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഭീകര സംഘടനകളെ സൃഷ്ടിച്ചു വിലസുന്ന അയത്തുള്ള ഖമേനിക്ക് ഭയം തുടങ്ങി. മറുവസ്തുള്ളത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന അതിശക്തനായ ഭരണാധികാരി. അസാധ്യമായ ഒരു ദൗത്യമാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഐസിസിനെയും ലഷ്കർ ഇ ത്വയ്ബയെയും ഒക്കെ വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഖൊമേനിക്ക് ഇപ്പോൾ ഭയമായിരിക്കുന്നു. കാരണം എതിർഭാഗത്തുള്ളത് ഇരട്ടച്ചങ്കനായ ലക്ഷ്യബോധത്തിൽ നിന്ന് എന്ത് വന്നാലും ശരി 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലാത്ത ഇസ്രായേലിനു വേണ്ടി തന്റെ ജീവനും ജീവിതവും കൊടുക്കാൻ തയ്യാറായ വ്യക്തിയായിട്ടുള്ള നെതന്യാഹുവാണ്. നെതന്യാഹു മാത്രമല്ല, മുമ്പൊരിക്കൽ പാകിസ്ഥാൻ ഇസ്രായേലിന്റെ ഒരു വിമാനം റാഞ്ചി കൊണ്ടുപോയി. പാകിസ്ഥാൻ അല്ല, പലസ്തീൻ തന്നെ കേട്ടോ. ഐസിസുകാര് റാഞ്ചി കൊണ്ടുപോയി. അതിനകത്ത് ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയോ ഇസ്രായേലിന് അലേർട്ട് കിട്ടുന്നു. ഞാനൊരു വാർത്തയിൽ കണ്ടതാണ്. ഞാൻ മുമ്പൊരിക്കൽ അതെടുത്ത് ലൈവിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ അറിയുമ്പോഴേക്ക് വലിയ ഒരു ടീംസ് പോകുന്നു. അന്ന് നെതന്യാഹുവിന്റെ ബ്രദറാണ് രാജ്യം ഭരിക്കുന്നത്. ഇവർ പോകുന്നു. ഇവരെല്ലാവരും പോയി
ആ വിമാനം കണ്ടുപിടിച്ചു. വിമാനത്തിനകത്ത് കയറി അറ്റാക്ക് ചെയ്തു. എന്നിട്ട് നെതന്യാഹുവിന്റെ ബ്രദർ പറയുന്നു, എല്ലാവരും രക്ഷപ്പെട്ടോ, ഇവരെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഏറ്റവും ഒടുവിൽ മുഴുവൻ ആളുകളെയും വേറൊരു വിമാനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തി. ഇവരുമായിട്ട് എതിരിട്ട അവിടെ കിടന്ന് രക്തസാക്ഷിത്വം വരിച്ച, ഇസ്രായേൽ എന്ന രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത മഹാനായ മനുഷ്യന്റെ അതേ ചോരയാണ് നെതന്യാഹു. ഇസ്രായേൽ എന്ന രാഷ്ട്രം അയാൾക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. ന്യൂസിലാൻഡ് ടൈംസ് ഒക്കെ എഴുതിയതുപോലെ, ന്യൂയോർക്ക് ടൈംസ് എഴുതിയതുപോലെ, അപകടകാരിയായ ഒരു രാജ്യസ്നേഹിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞില്ലേ? അതെ, അപകടകാരിയായ രാജ്യസ്നേഹിയാണ്, ജൂതരാഷ്ട്ര സ്നേഹിയാണ്. നെതന്യാഹുവും തോൽപ്പിക്കാൻ പറ്റില്ല. ഹമാസും ഹൂതിയും ഹിസ്ബുല്ലയും ഐസിസും ലഷ്കർ ഇ ത്വയ്ബയും ഒന്നും നെതന്യാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ആരെക്കാളുമേറെ കൊമേനിക്കറിയാം. കൊമേനിക്കിനും രക്ഷയില്ല, മരണമല്ലാതെ മറ്റൊന്നുമില്ല മുന്നിലെന്ന് കൊമേനി ഉറപ്പിച്ചിട്ടാണ് 3 പിൻഗാമികളെ അദ്ദേഹം എഴുതി വെക്കുന്നത്. അതിനകത്ത് മകനില്ല, മോനൊന്ന് ജീവിച്ചോടെ. ചിലപ്പോ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒളിച്ചിരുന്ന ബങ്കർ മാറ്റി പുതിയൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ഖമനേയി നിർബന്ധിതനായത്. ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള എന്നിവരെ തകർത്ത നെതന്യാഹു തന്റെ അവസാന ലക്ഷ്യമായി പറഞ്ഞിരുന്നത് ആയത്തുള്ള ഖമനേയുടെ പേരാണ്. ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ അമേരിക്കയുടെ സഹായവും ഇപ്പോൾ നെതന്യാഹുവിൽ ഉണ്ട് എന്നത് ഇറാനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഹമാസ് നേതാക്കളെ വധിച്ചാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ ഭീകരതയുടെ അച്ചുതണ്ട് തകർക്കാനുള്ള ആരംഭം തുടങ്ങിയത്. ഇസ്രായേൽ അതിർത്തി കടന്ന് ഇസ്രായേലികളെ ബന്ദികളാക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ആക്രമണം ആസൂത്രണം ചെയ്ത ഹമാസ് നേതാക്കളായ യഹ്യാ സിൻവാർ, ഇസ്മായിൽ ഹനിയ എന്നിവരെ ഇസ്രായേൽ ആദ്യം വധിച്ചു. പിന്നീട് ലെബനനിലെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ തകർത്തു. ഹിസ്ബുള്ള നേതാവായ സയ്യിദ് ഹസൻ നസ്രുള്ളയും വധിച്ചു. അതിനുശേഷം യമനിലെ ഹൂതികളെയും ഇസ്രായേൽ ലക്ഷ്യം വെച്ചു. മധ്യപൂർവേഷ്യയിലെ ഏറ്റവും ശക്തരായ 2 നേതാക്കളെയാണ് ശത്രുപക്ഷത്ത് നിന്ന് വെറും 2 മാസത്തിനുള്ളിൽ ഇസ്രായേൽ വെട്ടിമാറ്റിയത്. ഇസ്രായേലിനെതിരെ തീവ്ര നിലപാടുകളുമായി നിലകൊള്ളുന്ന പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്ര മുഖമായിരുന്ന രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയായിരുന്നു ആദ്യം. ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയെ 3 പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസ്രുള്ള രണ്ടാമത്. ഇറാൻ സന്ദർശന വേള ജൂലൈ 31 ടെഹ്റാനിൽ ഹനിയ താമസിച്ചിരുന്ന വീടിന് നേരെയായിരുന്നു ആക്രമണം. ഏതാണ്ട് 2 മാസത്തിന് ശേഷം തെക്കൻ ബൈറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുന്നത്. ഇതിനിടയിൽ ഇരു സംഘടനകളിലെയും ചെറുതും വലുതുമായ നിരവധി നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തി. നസ്രുള്ളയെ വധിച്ച് ഇസ്രായേൽ കണക്ക് തീർത്തു എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. ലബനനിലെ അതിക്രമം ഇസ്രായേൽ നിർത്തണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ശക്തമാകുന്ന പശ്ചാത്തലത്തിലും ഗാസയിലെ യുദ്ധലക്ഷ്യം പൂർത്തിയാക്കും വരെ ഹിസ്ബുള്ളക്കെതിരെ സൈനിക നടപടി തുടരും എന്നാണ് വ്യക്തമാക്കിയത്. കരുത്തരായ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മുക്കിൽ തുമ്പത്ത് തന്നെയാണ് ഖമേനി. 85-കാരനായ ഇറാന്റെ പരമോന്നത നേതാവായ ഖമേനി 1989 മുതൽ ഈ സ്ഥാനത്ത് തുടരുകയാണ്. ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ദീർഘകാലമായി പൂർണ്ണ പിന്തുണയാണ് ഖമേനി നൽകി വന്നത്. മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളക്കൊപ്പം നിൽക്കുന്നു. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ശക്തികൾ ഈ പ്രദേശത്തിന്റെ ഭാവി രൂപപ്പെടുത്തും എന്നാണ് ലബനനിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഖമനിയുടെ എക്സ് അക്കൗണ്ട് കുറിച്ചത്. ഇസ്രായേൽ അന്ന് ഗാസയിൽ തുടങ്ങിയ സംഹാരം ഇപ്പോഴും തുടരുകയാണ്. 40,000-ലേറെ നിരപരാധികൾ കൊല്ലപ്പെട്ട് 20 ലക്ഷം ജനങ്ങൾ തെരുവിലായി. ഗാസ അക്ഷരാർത്ഥത്തിൽ പ്രേതഭൂമിയായി. ഹമാസിന് പിന്തുണയുമായി അറബ് രാജ്യങ്ങളായ ഇറാനും സിറിയയും ലബനനും യമനും ഇറാഖും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തിറങ്ങി. ഇവര് ഒരു കാര്യവുമില്ലാതെ പോയി ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ട് 27 ലക്ഷം ജനങ്ങൾക്കാണ് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടത്. അവരുടെ വീടും കൂടും കുടുക്കയും കുടുംബവും നഷ്ടപ്പെട്ടു പോയി. 1 ലക്ഷം ആളുകൾ മരണം പ്രതീക്ഷിച്ച് കിടപ്പിലായി. 50,000 ആളുകൾ മരണപ്പെട്ടു. ഇനിയും ഒരു ഗാസയെ പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ്. പെട്ടെന്നൊന്നും നടക്കില്ല. കാരണം ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ കെട്ടിടം പോലും ഇല്ലാത്ത വിധം ഇസ്രായേൽ ഗാസയെ തരിപ്പണമാക്കി. എന്തിനാണ്? പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതാ. വെറുതെ ഇരുന്ന് തിന്നുമ്പോൾ എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റുകുത്തും. അപ്പൊ തോന്നും ഒന്ന് പോയി ചൊറിഞ്ഞാലോ എന്ന്. വാങ്ങുമ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല, അനുഭവിക്കുകയല്ല.